സാഭിമാനം സാഹിത്യനഗരം. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ആദ്യ കവിതാ സമാഹാരം 18 കവിതകളാണ്. 18 കവികളുടെ നാട്ടിൽ ഏറെ പേർ പാടി നടന്ന കവിതകൾ. അക്കാലത്തെ വിദ്യാർത്ഥി സമരങ്ങളിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യങ്ങൾക്ക് ചൊൽക്കാഴ്ചകളുടെ ഈണമുണ്ടായിരുന്നു. അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം. ജനലിനപ്പുറം ജീവിതം പോലെ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും. വായന തന്നെയാണ് കോഴിക്കോടിന് വൈകിയെങ്കിലും യുനെസ്കോയുടെ സാഹിത്യനഗര പദവി ലഭിക്കാൻ കാരണമായത്. ഈ ജോലി എനിക്ക് വയ്യ, വിദ്യാധരൻ തീർത്തു പറഞ്ഞു. ഞാൻ ചോദിച്ചു, പത്രപ്രവർത്തനം ഇത്ര വേഗം മടുത്തുവോ? എനിക്കാകെ. പുസ്തകവായന മാത്രമല്ല, പത്രവായനയും അക്കൂട്ടത്തിൽപ്പെടും. കോഴിക്കോട്ട് നിന്നും ഇറങ്ങുന്ന പത്രങ്ങളുടെ എണ്ണം മാത്രമെടുത്താൽ മതി അതിന്റെ ആഴവും പരപ്പും മനസ്സിലാക്കാൻ. കേരളത്തിലിറങ്ങുന്ന എല്ലാ പത്രങ്ങളുടെയും ഒരു എഡിഷൻ എക്കാലത്തും കോഴിക്കോട്ടുണ്ടായിരുന്നു. കെ.പി. കേശവമേനോൻ തുടങ്ങി മഹാരഥന്മാരായ പത്രാധിപന്മാർ മൂർച്ചയുള്ള തൂലികയുമായി വാണ സ്ഥലം കൂടിയായിരുന്നു കോഴിക്കോട്. ലോർഡ് പെൻഡന്റ് കോഴിക്കോട്ടെ സന്ദർശിക്കുന്നുണ്ടെന്ന് കേട്ടു. സ്വാതന്ത്ര്യ സമരക്കാലത്ത് കെ.പി. കേശവമേനോന്റെ വാക്കുകൾ. യുദ്ധമണ്ഡലിന് പണം പിരിക്കുവാനാണ് വരുന്നതെന്നും അറിഞ്ഞു. ആ ആവശ്യത്തിന് ഗവർണർക്ക് ഒരു പണക്കിഴി സമ്മാനിക്കുവാനായി ഒരു പൊതുയോഗം വിളിച്ചുകൂട്ടി. കലക്ടറായിരുന്നു അതിൽ അധ്യക്ഷം വഹിച്ചിരുന്നത്. ആ യോഗത്തിൽ വെച്ച് പണം പിരിക്കുവാനായിട്ടുള്ള വല്ല പ്രമേയവും അവതരിപ്പിക്കുന്നതായാൽ ഞാൻ അതിനെ എതിർക്കുമെന്ന് മുമ്പ് കൂട്ടി നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വർത്തമാനം പരന്നപ്പോൾ വലിയൊരു ജനക്കൂട്ടം ടൗൺ ഹാളിൽ വന്നുകൂടി. അതിനെ എതിർക്കുവാനായി ഞാൻ മുന്നോട്ട് വന്നു. പ്ലാറ്റ്ഫോറത്തിൽ കയറുമ്പോഴേക്ക് ജനങ്ങൾ ഹസ്താരവം തുടങ്ങി. ഞാൻ പ്രസംഗിക്കുവാൻ തുടങ്ങി. മലയാളത്തിലായിരുന്നു. മലയാളത്തിൽ പ്രസംഗിക്കുവാൻ സമ്മതിക്കില്ലെന്ന് കലക്ടർ പറഞ്ഞു. ഇവിടെ കൂടിയിരിക്കുന്നവർ അധികം മലയാളികളാണ്, ഇംഗ്ലീഷ് അറിയാത്തവരുണ്ട്. ഇവിടെ എന്താണ് പ്രമേയം എന്ന് അറിയാനുള്ള അർഹത അവർക്കുണ്ട്. ആ നിലയിൽ ഞാൻ മലയാളത്തിലാണ് സംസാരിക്കാൻ പോകുന്നത് ഞാൻ പിന്നെയും പറഞ്ഞു. മഞ്ചേരി രാമയ്യൻ അവിടെ സന്നിധരായിരുന്നു. അദ്ദേഹവും പറഞ്ഞു എന്നെ മലയാളത്തിൽ സംസാരിക്കുവാൻ അനുവദിക്കണം എന്നുള്ളതായിട്ട്. എന്നാൽ കലക്ടർ അതിന് വഴങ്ങിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സ്വാഭിമാനമുള്ള ഒരു മലയാളിയും ഈ ഹാളിൽ നിൽക്കുന്നുമല്ല, ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുമല്ല എന്ന് പറഞ്ഞ് ഞാൻ യോഗം വിട്ടു. ആ യോഗത്തിൽ നിന്ന് ഞാൻ പുറത്തു വന്നപ്പോൾ അതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മിക്കവരും പുറത്തേക്ക് വന്നു. ചില രാജ്യസേവകന്മാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും മാത്രം ബാക്കിയായി. പ്രസംഗവേദിയിൽ കത്തിനിന്ന സുകുമാർ അഴീക്കോടിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച തത്സമയം പത്രപ്രവർത്തന രംഗത്ത് വേറിട്ട ചുവടുവയ്പ് തന്നെയായിരുന്നു. ഇത്തരം പത്രങ്ങളുടെ മാസ്റ്റ് ഹെഡ്, ഫോണ്ടുകൾ എന്നിവ രൂപകൽപ്പന ചെയ്ത വാസു പ്രദീപിനെ മറക്കാൻ പറ്റുമോ കോഴിക്കോട്ടുകാർക്ക്? മിഠായി തെരുവിലിറങ്ങിയ പ്രദീപം രാമേട്ടനെ മറക്കാൻ പറ്റുമോ? പറ്റില്ല. ഒരു കാലത്ത് പത്രങ്ങളുടെ മുഖം തീരുമാനിച്ചിരുന്നത് മിഠായി തെരുവിലെ കുടുസുമുറിയിലിരുന്ന് വാസു പ്രദീപ് രൂപകൽപ്പന ചെയ്യുന്ന അക്ഷരങ്ങളായിരുന്നു. അന്നത്തെ ലീഡ് വാർത്തകളുടെ ഫോണ്ടുകൾ വാസു പ്രദീപിന്റെ വിരലുകളിൽ നിന്ന് വാർന്നു വീണതായിരുന്നു. നാടകപ്രവർത്തകനായി കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ട് തീവണ്ടിയിറങ്ങിയ വാസു പ്രദീപ് ജീവിക്കാൻ വേണ്ടി സ്വർണ്ണപ്പണി മാത്രമല്ല ചെയ്തത്, ചിത്രരചനയിലും ഏർപ്പെട്ടു. സ്വർണത്തിന്റെ തിളക്കമുള്ള അക്ഷരങ്ങളെ കൊണ്ടുള്ള ചിത്രരചന. അക്കാലത്ത് ഉള്ള ധാരാളം കോഴിക്കോട് അബ്ദുൽ ഖാദർ, ബാബുരാജ്, ഹരിഹരൻ, ഐ വി ശശി ഇങ്ങനെ തുടങ്ങിയ എല്ലാ സുഹൃത്തുക്കളും അവിടെ വരും. ഭാസ്കരൻ പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായി നാടകം എഴുതുന്നത്. അതിലാണ് ശാന്തേടത്തിയും ഭാസ്കരനും ഒക്കെ നാടകത്തിൽ വരുന്നത്. തുടർച്ചയായിട്ട് 6-7 നാടകങ്ങൾ എഴുതി. എല്ലാം ഹിന്ദു മുസ്ലിം മൈത്രിയാണ്. പക്ഷേ എല്ലാറ്റിലും ചെറുതെങ്കിലും ഒരു പുതുമ ഉണ്ടാക്കാൻ എൻ്റെ മനസ്സ് മന്ത്രിച്ചിരുന്നു. അതൊക്കെ ചെയ്തിട്ടുമുണ്ട്. മിഠായി തെരുവിലെ പ്രദീപ് ആർട്സ് വൈകുന്നേരങ്ങളിൽ കോഴിക്കോട്ടെ പാട്ടുകാരുടെയും ആട്ടക്കാരുടെയും കേന്ദ്രം കൂടിയായിരുന്നു. ലൂക്കോസ് ബ്ലോഗ്സ് കോഴിക്കോട്ട് വരും മുമ്പ് വാസു പ്രദീപാണ് പത്രങ്ങളുടെ അകത്താളുകളിൽ ചിത്രങ്ങൾ വരച്ചത്. സാഭിമാനം സാഹിത്യനഗരം. ക്രിയാത്മക സഹകരണം മധു ശങ്കർ മീനാക്ഷി. സാഭിമാനം സാഹിത്യനഗരം ഇനി ബുധനാഴ്ച രാവിലെ 7:10.